ഇറാനിൽ നടക്കുന്ന ഫ്യൂണറൽ അത് കണ്ടിട്ട് നമ്മുടെ ട്രംപിന് തീരെ സഹിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ പുതിയ സ്റ്റേറ്റ്മെന്റ് എല്ലാവരും ഒത്തുചേർന്നിട്ടുണ്ട്, ഒറ്റ ഷോട്ടിലാണെങ്കിൽ അങ്ങ് തീർത്തു കളയാമായിരുന്നു എന്നാണ് ബഹുമാന്യന്റെ ആരാധ്യന്റെ ഏറ്റവും അവസാനത്തെ ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ എഴുതിയിരിക്കുന്നത്. സത്യത്തിൽ ഈ ബീജത്തുള്ളിയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സാധാരണ അതിന്റെ ഒരു ശാസ്ത്രം പറയാറുണ്ട്, പിന്നെ മതഗ്രന്ഥങ്ങളൊക്കെ പറയാറുണ്ട്. ഇത്രമേൽ പാഴായിപ്പോയൊരു തുള്ളി ലോകത്ത് വേറെ ഉണ്ടാവില്ല. ആ ഒരു തുള്ളിയെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്രയോ വലിയ നാശം ഈ ലോകത്ത് നിന്ന് ഒഴിവാകുമായിരുന്നു എന്ന് ഞാൻ ഈ ഒറ്റ ഷോട്ട് കണ്ടപ്പോൾ ചിന്തിച്ചു പോയി. ആ ഒറ്റ ഷോട്ട് ഈ ബോംബിടുന്നതിൽ മാത്രമല്ല, അന്നത്തെ ഒറ്റ ഷോട്ട് കൂടി ഉപേക്ഷിച്ചിരുന്നെങ്കിൽ, അത് വേണ്ടെന്ന് വെച്ചിരുന്നെങ്കിൽ ഈ ലോകത്ത് എത്രയോ സമാധാനവും ശാന്തിയും ഒക്കെ ഉണ്ടാകുമായിരുന്നു എന്ന് വെറുതെ ഓർത്തുപോയി. പുള്ളി എല്ലാവരെയും ഷോട്ടിൽ തീർക്കുന്ന ആളാണ്. 3-4 തവണ പുള്ളി ഇറാനെ തീർത്തു, തുടച്ചു കളഞ്ഞു, ആ രാത്രി മായ്ച്ചു കളഞ്ഞു, എല്ലാം കളഞ്ഞു. എന്നിട്ടാണ് ഈ പറഞ്ഞതുപോലെ നിന്ന് ഈ പ്രഭാഷണം നടത്തുന്നത്. ഇതിനു മുമ്പ് ഇതുപോലത്തെ ഒരു സംഗതി പുള്ളി വളർത്തുന്ന ഒരു നായയുണ്ട്, ഒരു പെണ്ണായ. അവര് പറഞ്ഞിരുന്നു ഇതുപോലെ ഈ സന്ദർഭം വരുമ്പം ആക്രമിക്കണമെന്ന്. ഇസ്രയേലിൽ നിന്നും അതുപോലൊരു ശബ്ദം കേട്ടിരുന്നു. അപ്പോൾ ഇറാനിലെ ആൺകുട്ടികൾ പറഞ്ഞത് വളർത്തു പട്ടികൾക്ക് എന്തെങ്കിലും ഇട്ടുകൊടുക്കാൻ പറഞ്ഞു, അതിന്റെ വായടയ്ക്കട്ടെ എന്ന് പറഞ്ഞിരുന്നു. പിന്നെ വലുതായിട്ടൊന്നും മിണ്ടിയില്ല. ഇപ്പോഴും ഈ അറബ് രാജ്യത്തിന്റെ വിമാനത്തിന്റെ പുറത്ത് ആ സീറ്റിൽ ആസനം ഉറപ്പിച്ച് ഇങ്ങനെ നടക്കുന്ന ടിമ്പനാണ് ഈ പറയുന്നത്. ഈ പറയുന്നത് മൊത്തം കട്ടക്കലിപ്പിലാണ്. എന്താണെന്നറിയോ? ഒന്നും നടന്നില്ല, ഒരു പണിയും നടന്നില്ല, ഇറാന്റെ കൈക്ക് വിജയിക്കാനായില്ല, കയ്യിലിരുന്ന കാശും പോയി, 4 അണയും പോയി, അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും നാണം കെട്ട പ്രസിഡന്റായി മാറി. ഇനി ഉടനെ ഇലക്ഷൻ വരാൻ പോകുന്നു. ആ ഇലക്ഷനിലൂടെ പരാജയപ്പെട്ടാൽ പിന്നെ അധോഗതിയായി മാറും. അപ്പോൾ ആ സന്ദർഭത്തിൽ തോറ്റില്ല എന്ന് വരുത്താൻ വേണ്ടി, അല്ലെങ്കിൽ ജയിച്ചെന്ന് വരുത്താൻ വേണ്ടി വാചകമടിച്ച് ജയിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഈ നാറിയ വർത്തമാനങ്ങൾ പറഞ്ഞ് ജയിക്കാൻ എല്ലാവർക്കും പറ്റും. പക്ഷേ അന്തസ്സുള്ളവരും, നേരത്തെ പുള്ളി തന്നെ ഈ പ്രസ്താവനയിൽ സൂചിപ്പിച്ചതുപോലെ ആ ഒറ്റ ഷോട്ടിന് വില വെക്കുന്നവരും അങ്ങനെ ചെയ്യാറില്ല. ഇത് ഒറ്റ ഷോട്ടിനും ഒരു തുള്ളിക്കും ഒന്നും വിലയില്ലാത്ത ഒരാളായതുകൊണ്ട് വായിൽ വരുന്നതെന്നും പറയുന്നതിന് യാതൊരു മടിയുമില്ല. ഏതായാലും ഇദ്ദേഹത്തിന്റെ പ്രസ്താവന അമേരിക്കയിലെ അടക്കം മനുഷ്യർ പുച്ഛിച്ച് തള്ളുകയുള്ളൂ. ഒരു കബറടക്ക ചടങ്ങിൽ ഇത്രയും കോടിക്കണക്കിന് ജനങ്ങൾ ഒത്തുചേരുന്നതൊക്കെ കാണുമ്പോൾ മുറിയിൽ കൊണ്ടുവന്ന് മാരാടിത്തോട്ടം ചന്തയിൽ കെട്ടിയിരിക്കുന്നത് പോലെ ഇതുപോലെ ലോകത്തെ ആക്രമിച്ച കുറെ പേരെ കെട്ടി ഈ വൈക്കോലും അതുപോലെ തന്നെ തീറ്റയും ഒക്കെ കൊടുക്കുന്ന ഓർമ്മകൾ ഒരുപക്ഷെ ട്രംപിന്റെ മനസ്സിൽ വന്നിട്ടുണ്ടാവും.